അമിതമായിട്ടുള്ള മൊബൈൽ ഫോണിൻ്റെയും അതേപോലെ തന്നെ ഗെയിമിൻ്റെയും ഉപയോഗം കുട്ടികളിൽ ഒരുപാട് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ മാതാപിതാക്കളും ഇതിനെക്കുറിച്ചൊക്കെ അവെയറാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ഈ തെറ്റ് ആവർത്തിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യം. കുട്ടികൾ അമിതമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു മൊബൈൽ ഫോൺ അവർക്ക് കിട്ടാതെ ഇരിക്കുന്ന സമയത്ത് അവർ വയലൻ്റായിട്ടാണ് അവർ നമ്മളോട് പെരുമാറുന്നത്. അതേപോലെ അവർ സ്വയം ശരീരം ഉപദ്രവിക്കുക, അതേപോലെ നമ്മൾ ഉപദ്രവിക്കുക, മാതാപിതാക്കളെ ഉപദ്രവിക്കാൻ വേണ്ടി വരിക, അവർ സൂയിസൈഡൽ ടെൻഡൻസികൾ കാണിക്കുക, ഒരു പ്രത്യേക ഒരു വയലൻ്റ് നേച്ചർ, നമുക്ക് പോലും അവരെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അവരവരുടെ ദേഷ്യത്തെ പുറത്ത് പ്രകടിപ്പിക്കുന്നു. അതേപോലെ തന്നെ സോഷ്യൽ സിറ്റുവേഷൻ, ബന്ധുക്കളായിക്കോട്ടെ, അവരുടെ അയൽവാസികളായിക്കോട്ടെ, മറ്റ് സുഹൃത്തുക്കളായിക്കോട്ടെ, ഇവരിൽ നിന്നെല്ലാം ഒരു അകൽച്ച പാലിച്ച് സോഷ്യൽ സിറ്റുവേഷനിൽ നിന്ന് ഒരു വിഡ്രോവൽ സിംറ്റംസാണ് കുട്ടികൾ കാണിക്കുന്നത്. അതേപോലെ അക്കാഡമിക്കിൽ വളരെ പുവറായിരിക്കും അവർ. സ്കൂളിൽ പോകാൻ താല്പര്യമില്ല, അതേപോലെ സ്കൂളിൽ ഇച്ചിരി നേരം പഠിക്കുന്ന ഒരു കാര്യമാണെങ്കിലും അതിന് താല്പര്യമില്ല. ഇത്തരത്തിലൊക്കെയാണ് കുട്ടികൾ പുറത്തോട്ട് പോകാതെ അവർ വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ വീട്ടിൽ അവർ അടങ്ങിയിരിക്കുന്നത് അവർ കംപ്ലീറ്റ് മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ഗെയിമിൽ അഡിക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. മറ്റു ഉപദ്രവങ്ങളിലോട്ടൊന്നും അവർ നമ്മളെ ഉപദ്രവിക്കാനും കാര്യത്തിനൊന്നും ഈ സമയങ്ങളിൽ വരില്ല. പക്ഷേ എന്നാൽ ഈ മൊബൈൽ ഫോൺ അവരിൽ നിന്ന് മാറ്റി വെക്കുന്ന സമയത്ത് അവർ പെട്ടെന്ന് തന്നെ ഒരു ഭയങ്കര വയലൻ്റ് നേച്ചറിൽ നമ്മളോട് പ്രതികരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവരിലൊരു സ്മൈലി ഫേസും ഒരു ഹാപ്പിനെസ്സും ഒന്നും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഈ മൊബൈൽ ഫോൺ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലുള്ള ഹിപ്പോ ക്യാമ്പസിൻ്റെ സൈസ് കുറയുകയാണ് ചെയ്യുന്നത്. ഈ ഗെയിമിലൊക്കെ ഒരുപാട് നേരം ഇരിക്കുന്ന ഒരു ടൈമിൽ നമ്മുടെ ഈ ഹിപ്പോ ക്യാമ്പസിൻ്റെ സൈസ് കുറയുകയും ഹിപ്പോ ക്യാമ്പസ് നമ്മൾ ഷോർട്ട് ടൈം മെമ്മറി, നമ്മൾ ഒരു കാര്യം നമ്മൾ കാണുന്നത് അതേപോലെ കേൾക്കുന്നത് ഇതെല്ലാം നമ്മുടെ ബ്രെയിനിൽ ഷോർട്ട് ടൈം മെമ്മറി ആയിട്ടാണ് സ്റ്റോർ ആവുന്നത്. അതിനുശേഷം ഇത് ലോങ് ടൈം മെമ്മറിയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിലുള്ള ഹിപ്പോ ക്യാമ്പസാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൈസ് കുറയുന്നതിലൂടെ നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറീനെ അതേപോലെ നമ്മുടെ ലോങ് ടൈം മെമ്മറീനെയൊക്കെ ഇത് എഫക്റ്റ് ചെയ്യുന്നു. ഈ ഒരു കാരണം കൊണ്ട് കുട്ടികൾ ഡിമെൻഷ്യയിലോട്ടും ഭാവിയിൽ അൾഷിമേഴ്സിലോട്ടെല്ലാം പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. ഇതേപോലെ ഈ അമിതമായിട്ട് നമ്മൾ ഗെയിം യൂസ് ചെയ്യുന്നത് കൊണ്ട് കുട്ടികൾ ADHDൻ്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്നു. ഭയങ്കരമായിട്ട് ഹൈപ്പർ ആവുന്നു, അവരിൽ അറ്റൻഷൻ കുറഞ്ഞു വരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾക്ക് ഈ മൊബൈൽ ഫോൺ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് വരുന്നത്. കാരണം കുട്ടികളിങ്ങനെ വയലൻ്റ് ആവുന്നത് കാണുമ്പോൾ തന്നെ മാതാപിതാക്കൾ മൊബൈൽ ഫോൺ കൊടുക്കുന്നു. അവർക്ക് സ്വന്തമായിട്ട് അവരുടെ ഒരു ഡ്രസ്സ് തിരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അവർക്കൊരു ഫുഡ് കഴിക്കാനോ അവർക്ക് കഴിയുന്നില്ല. നമ്മൾ ചെറുപ്പം മുതൽ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കാണിച്ചു കൊടുത്ത് നമ്മൾ ഫുഡ് കൊടുത്താണ് കുട്ടികൾ വളർന്നു വരുന്നത്. അതുകൊണ്ട് സ്വന്തമായിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കാനോ തിരഞ്ഞെടുക്കാനോ കഴിയുന്നില്ല, സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ലോകത്ത് അവർ ഒതുങ്ങി ജീവിക്കുകയാണ്. മറ്റൊന്നിലും അവർക്കൊരു സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. ഇത്തരത്തിൽ ഒരു കുട്ടികളെ നമ്മൾ ഒരു മാനസിക പ്രശ്നത്തിലോട്ട് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ എന്ത് തന്നെ നമ്മുടെ കുട്ടിക്ക് കൊടുത്ത് വളർത്തിക്കഴിഞ്ഞാലും അവർ ഇതേപോലെ മൊബൈൽ ഫോൺ കൊടുത്ത് അല്ലെങ്കിൽ ഒരു ഗെയിമിന് അഡിക്റ്റഡ് ആയിട്ട് കുട്ടികൾ വളർന്ന് വലുതാകുമ്പോൾ അവരൊരുപാട് സൂയിസൈഡൽ ടെൻഡൻസിയിലോട്ട് പോകുന്നു. അവരുടെ ദേഷ്യങ്ങൾ, ഇമോഷൻ അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരുന്നു. ഇത്രയും ഒരു അപകടത്തിലോട്ടാണ് ഇന്ന് മാതാപിതാക്കൾ ഒരു കുട്ടീനെ കടത്തിവിടുന്നത്. അപ്പം ആദ്യത്തെ ഒരു 2-3 ദിവസമൊക്കെ കുട്ടികളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ മേടിച്ചു വെച്ചാൽ അവരൊരു വയലൻസ് കാണിച്ചാൽ പോലും നമ്മൾ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും സ്ട്രിക്റ്റായിട്ട് നമ്മൾ ഉപയോഗം നിർത്തുകയും കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുക. കുട്ടികളുടെ ഭാവിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമായിരിക്കും അവരിൽ നിന്ന് ഗെയിമും മൊബൈൽ ഫോണും ഒഴിവാക്കുക എന്നുള്ളത്.